ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 2-3 ദിവസമായിട്ട് ഇപ്പം മാധ്യമം മൊത്തം, ചാനൽ മൊത്തം ഇല്ലേ, പൂച്ചയ്ക്ക് വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന പൂച്ചയുടെ മുമ്പിൽ ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടാണ് ഇപ്പം മീഡിയക്കാർ മൊത്തം. ചുമ്മാ ഒരു ഇതും പിടിച്ചോണ്ട് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ യൂട്യൂബർമാരും കുറേ എണ്ണം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഇതും പിടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ സിനിമയിൽ ലോകത്ത് അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അത് ഇപ്പോഴല്ല, നേരത്തെ തൊട്ടേ കേൾക്കുന്ന വിഷയം തന്നെ. അത് ആരും ചെവി കൊള്ളുന്നില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന പണ്ട് തൊട്ടേ കേൾക്കുന്ന വിഷയമാണ്. പണ്ട് തൊട്ടേ ഞാനും ഇത് വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഓരോ കിടപ്പുമുറിയെ പങ്കിടാൻ വിളിക്കുന്നതും കുനിഞ്ഞ് നിൽക്കും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ആൾക്കാരെ പൈസയ്ക്ക് പേയ്മെൻറ്റിന് വിളിക്കുന്നതൊക്കെ പണ്ട് തൊട്ടേ, ഇപ്പോഴല്ല. ഇതിപ്പം ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഊതി പെരിപ്പിച്ച് വലുതാക്കാൻ കുറേ മീഡിയക്കാരുണ്ട്. ഞാൻ ഇത് വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് മീഡിയക്കാർ ഇപ്പോൾ സിനിമാക്കാർ ആരെയും വെളി വിടുന്നതേ ഇല്ല. കാരണം ഇപ്പം ഇന്ദ്രൻസ് ചേട്ടൻ അറിയാമല്ലോ, പുള്ളിക്കാരനെ ഒരു പാവം മനുഷ്യൻ, പുള്ളിക്കാരുടെ കാര്യം നോക്കി പോകുന്നു. ഈ സിനിമയിലുള്ള ചെറിയ റോള് കൊണ്ട് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ മുന്നിൽ കുറേ മീഡിയക്കാർ കൊണ്ടുവന്ന് കുത്തി ഇങ്ങനെ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇപ്പം കണ്ടതിന് ശേഷം ഞാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാതിരിക്കേണ്ടതാണ്. ആ ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടപ്പം എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണുണ്ട്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിവും പുളിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല, നല്ലതാ. സ്ത്രീകൾ വലിയധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തല്. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം? അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യായിരിക്കും. അതെപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. അങ്ങ് കുറെ വർഷമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിൽ വന്ന് മുട്ടിയെന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല. നമുക്കറിയില്ല. നമുക്ക് ഇതിന്റെ ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടാ അന്വേഷിക്കണം അല്ലേ, പിന്നെ നല്ലതല്ലേ. കണ്ടല്ലോ, ഈ ഒരു പാവം മനുഷ്യൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക. മലയാളത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേറൊരു കാരണങ്ങളുണ്ട്. ഒരു 2-3 മാസത്തിന് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, DNA. അന്ന റെജി കോശിയുടെ ഒരു സിനിമ. അതിൻ്റെ ഒരു പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്ക്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരു ആങ്കർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഈ ഒരു ചോദ്യം തന്നെ ഇപ്പം മീഡിയയിൽ മൊത്തത്തിൽ പബ്ലിക്കായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. സ്ത്രീകൾ കിടപ്പുമുറി പങ്കിടാൻ നിങ്ങളെ വിളിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിന് ശേഷമാണ് നിങ്ങൾക്ക് റോള് കിട്ടിയത്. ആ ഒരു ചോദ്യം എടുത്ത് എല്ലാവരും, ഈ ഒരു യൂട്യൂബർമാരായാലും ഈ അലവലാതി യൂട്യൂബർമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പെരുപ്പിക്കാൻ നിൽക്കുന്നത്, അവരെല്ലാവരും പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പെരുപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട്. ഞാനിത് ചോദ്യം ചോദിച്ചത് എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ അത് പബ്ലിക്കിൽ നിന്ന് മാറ്റി നിർത്തി ചോദിക്കാം. എങ്കിലും ഇപ്പം നിലവിൽ എല്ലായിടത്തും ഈ ഒരു ചോദ്യം തന്നെയാണല്ലോ ചോദിക്കുന്നത്, അല്ലയോ? മീഡിയക്കാർക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഒരു ആങ്കർ സ്വന്തം, ആ പുള്ളിക്കാരിയുടെ സ്വന്തം ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു വിവരമില്ലാത്ത കുറേ അലവലാതി മലയാളി ഒരു അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അവർ തന്നെ ഇത് പണ്ടുതൊട്ടേ കേട്ട് മറന്നുള്ള കാര്യങ്ങൾ തന്നെ. അപ്പം നമുക്കത് കേട്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാത്ത കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പോൾ അതിനകത്ത് ചോദിച്ച് ഇതുപോലെ കിടന്ന് കൊടുത്തിട്ടാണോ റോള് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെടുത്ത് കുറേ യൂട്യൂബർമാരെടുത്ത് തെറ്റ്, അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് പെൺകുട്ടികൾക്കായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അതൊരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പബ്ലിക്കിന് മുന്നേ അറിയുകയോ ചെയ്യണം. ഇതിനു മുമ്പ് കുറേ പേര് ഇതിൻ്റെ എതിരെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ട കാഴ്ച തന്നെയാണ്. സിനിമയുടെ റോളുകളായാലും നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം കുറേ യുവ നടികൾമാർ വന്നിട്ടുണ്ട്. എനിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞ് കുറേ പേര് വന്നിട്ടുണ്ട്. അത് അന്നേരം ഇത് വെളിയിലാക്കണ്ടേ. ചിലപ്പോൾ അവർക്ക് ഈ റോളിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മൗനം പാലിക്കേണ്ടി വന്നേ. പിന്നെ 2 രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് വഴങ്ങിക്കൊടുത്ത് ചെയ്യുന്നവരുമുണ്ട്. വഴങ്ങിക്കൊടുക്കുന്നതൊക്കെ അവരുടെ കാര്യം. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന രീതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തത് കുറ്റം എനിക്ക് അനുഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യമില്ല.
പിന്നെ ഈ ഇന്ദ്രൻസ് ചേട്ടനെ പോലെയൊക്കെ ഉള്ളവരുടെ അടുത്ത് പോയി ചുമ്മാതെ പിരിപ്പിച്ച് മീഡിയക്കാർക്ക് ഒരു വിവരം ഇല്ലെന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് പോയി ചോദിക്കും. വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, സിദ്ദിഖ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ ചോദിക്കും. ഈ പാമ്പ് പിടിച്ച മനുഷ്യനെ കൊണ്ടുവന്ന് എന്തിന് അതിനകത്ത് ആ പുള്ളിക്കാരനകത്ത് ഒന്ന് പേടിച്ച് വിറച്ച പുള്ളിക്കാരനാണ് കാര്യം പറയുന്നത്. ആ പുള്ളിക്കാരൻ്റെ അടുത്തൊക്കെ ചെന്നിരുന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഹേമ റിപ്പോർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സിനിമ മലയാള സിനിമയെ മാത്രം വെച്ചല്ല എല്ലാത്തിലും വെച്ച് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇപ്പം ഈ മലയാള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മലയാള സിനിമയിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നട്ടെ.